പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ റെഡിയായി നിൽക്കുന്നു കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. 10ാം ഉദയം മഹോത്സവമാണ്, ലാസ്റ്റ് ദിവസം. അപ്പോൾ അന്ന് ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് ആനയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ പോവാണ് കേട്ടോ. അപ്പോൾ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ സാധന സാമഗ്രികളൊക്കെ ചീപ്പ്, പൗഡർ, പൊട്ട് അതൊക്കെ എടുത്തിട്ട് രോഹിത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു പൗച്ച് നിങ്ങൾ കണ്ടില്ലേ, അത് രോഹിത്തിനല്ല സഞ്ജിത്തിന് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ സാധനങ്ങൾ കെട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കുറച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല, വിളിച്ചില്ല കേട്ടോ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ജംഗ്ഷൻ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷൻ പോലെയാണ്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ ഓട്ടോ കിട്ടും. അപ്പോൾ അത് പ്രതീക്ഷിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് കൂടെ തന്നെയുണ്ട്, സഞ്ജിത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ വന്നത് ശ്രദ്ധിച്ച് അമ്മയുണ്ട് കേട്ടോ കൂടെ. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഓട്ടോ കിട്ടി, നേരെ വരികയാണ് കേട്ടോ. ഇപ്പം ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വീടുകൾ, ഇപ്പോഴത്തെ മോഡല് കുറേ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അക്കോഡേറ്റ് പാലമാണ് കേട്ടോ. സൈഡിൽ കനാലി വെള്ളം പോകുന്നതാണ്. ഇപ്പോൾ 2 സൈഡും പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ആനയുടെ വണ്ടികൾ, ലോറിയൊക്കെ ഉണ്ട് കേട്ടോ. 3 ആനയുണ്ട്. അപ്പോൾ 3 വണ്ടികളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ സൈഡിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടോ, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വെച്ചിരിക്കണം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഒരു വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എത്തി പകൽപ്പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ സൈഡിലാണ് കേട്ടോ പാറയൊക്കെ വയ്ക്കാൻ റെസിപ്റ്റ് എഴുതുന്നത്. പിന്നെ ആന നിൽക്കണുണ്ട്. അപ്പോൾ പാവം തോന്നിയിട്ട് സങ്കടം തോന്നി. പാവം എത്ര നേരമായി നിൽക്കണമെന്നറിയോ, ഇനി ദീപാരാധനയൊക്കെ അല്ലേ കയറുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അലങ്കരിച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം കത്തിച്ചതാണ് കേട്ടോ ഈ ഒരു വിളക്ക് ഫുള്ളായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു. അമ്മ ഒരു ആൻറ്റിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഥനയൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ സഞ്ജിത്ത് ചെവി പൊത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പേടിച്ചിട്ട്. രോഹിത്തിന് അതൊന്നും പ്രശ്നമേ അല്ല, അവൻ ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്. നല്ല തിരക്കും കാര്യങ്ങളാണ് കേട്ടോ. പൊതുവെ ഈ അമ്പലത്തിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫ്രണ്ടിലാണ് കേട്ടോ പകൽപ്പൂരം നടക്കുന്നത്. ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ കണ്ടില്ല. അപ്പോൾ അവിടെ പോയി ഇരിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ചപ്പൽ തപ്പാണ് കേട്ടോ. ചപ്പലിട്ടിരിക്കുന്ന ഭാഗത്ത് തപ്പാണ്, നോക്കണം എവിടെ ഇട്ടിരിക്കണേന്നുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മൾ വെക്കേഷൻ സമയത്ത് വരുമ്പോഴൊക്കെ ഉണ്ടാവും. ഈ പ്രാവശ്യം കൂടാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലാസ്റ്റ് നമ്മൾ എത്തണേക്കാളും 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ എത്തി കേട്ടോ. തീരുന്നേക്കാളും 2 ദിവസം മുമ്പ് എത്തി. 3 ആനയുണ്ട് കേട്ടോ. നല്ല മേളമായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല മേളം തന്നെയായിരുന്നു. അപ്പോൾ തിരക്കും കാര്യങ്ങളും അത്രയ്ക്കില്ല. കുറച്ച് സൈഡിലൊക്കെ സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇരുന്ന് കുറച്ച് നേരം കണ്ടിരുന്നു കേട്ടോ. ഇവരെ കാണിക്കാൻ വേണ്ടി തന്നെയായിരുന്നു നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡിലേക്കൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആ കടകളിൽ വലിയ ഐറ്റംസും കാര്യങ്ങളൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. പിന്നെ ഇവർക്ക് അത്രയ്ക്കും ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചൊന്നുമില്ല കേട്ടോ. കാരണം വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് മേടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ക്ലിപ്പുകളും വളകളും ഒക്കെ നിറയെ ഉണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. ഇതാ ഈ ഒരു കുറച്ച് സാധനങ്ങൾ മാത്രമേ അവർക്ക് മേടിച്ചു കൊടുത്തുള്ളായിരുന്നു. അതും നല്ല റേറ്റാണ്, അത്ര റേറ്റൊന്നുമില്ല. പക്ഷേ അവർ ആ സമയത്ത് മേടിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ, അവർക്ക് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കുട്ടികൾക്ക് അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കണ്ടു നിന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള പ്ലാനാണ് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീടെത്തിയിട്ടോ. എനിക്ക് വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങളാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ ക്ലിപ്പ്, എനിക്ക് ചെറിയ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഈ ഹെയർ ബാൻഡ് ഒരു 5-6 ഉണ്ടായിരുന്നു അതിൽ, അതും എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലിപ്പ് കണ്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ചെറുതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.